I'm Deepa Panikar here inside my house, not anywhere else. Now the time is 11:20 and today's date is 25th of December. I'm Deepa Panikar here inside my house, my own house, Hademandra Molagatiamalam Pio Mavelikira. And what you know, like അന്നില്ലേ ഒരു ഞാൻ അമ്പലത്തിൽ പോകാൻ നേരത്ത് റെജി എന്ന് പറയുന്നവൻ്റെ മോൻ ഇങ്ങനെ വന്നായിരുന്നു. ഇവിടെ വെള്ളത്തിൽ ഇത് കലക്കാൻ വന്നവൻ, ഞങ്ങൾ പിടികൂടിയവൻ. അപ്പോൾ അവനോട് ചോദിച്ചപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്തതെല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പം അവൻ പറഞ്ഞത് കള്ളനെ പിടിക്കാൻ, ഏറ്റവും ലാസ്റ്റ് മൂത്രം ഒഴിക്കാൻ വന്നതാണ് ആദ്യം പറഞ്ഞത്. പിന്നെ കള്ളനെ പിടിക്കാൻ ആരോ ഇങ്ങോട്ട് ഓടി, അവനെ പിടിക്കാനാണെന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? അപ്പോൾ ആരും ഇങ്ങോട്ട് ഓടിയില്ല. ഞാനും വലിയ രവി എന്ന് പറയുന്ന അയാൾ മരിച്ചുപോയി, അയാളും കൂടെയാണ്, അയാളുടെ മകളും ഉണ്ടായിരുന്നു. അപ്പോൾ അയാളും കൂടെ കിഴക്ക് സൈഡിൽ നിന്നിട്ടാണ് ഞങ്ങൾ തിരിച്ചു വരുന്നത്. ഒരു പ്രത്യേക പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്നൊരു കുപ്പിക്കകത്തൊരു പറയുന്ന കുപ്പിക്കകത്തുനിന്ന് അതെല്ലാവരും കണ്ടതാണ്. കുപ്പിക്കകത്തുനിന്ന് തകിടും കൂടും കുറച്ചും ഭസ്മവും ഒക്കെ അടച്ചു വെച്ച ഒരു കുപ്പി കിട്ടിയായിരുന്നു നമ്മളുടെ കല്ലൊക്കെ പെറുക്കി മാറ്റിയപ്പോൾ. അപ്പോൾ ആ സാധനം ദൈവം എന്ന് പറയുന്ന വലിയൊരു ശക്തിയാണെന്ന് മനസ്സിലായി. നമുക്ക് ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവം ഓരോന്ന് കാണിച്ചു തരും. അപ്പോൾ ഇത് കിട്ടിയപ്പോൾ രവി അത് കൊണ്ട് കളയാനായിട്ട് പോയപ്പോൾ ഞാൻ പറഞ്ഞു, നിൽക്ക് രവി, നമുക്കൊരു പരിപാടിയുണ്ട്, രാത്രി ആവട്ടെ എന്ന് പറഞ്ഞു. നമ്മളവിടെ വെച്ചു. ഇത് ചെയ്തവർക്ക് തന്നെ നമുക്ക് അവരുടെ ഇതിനകത്ത് വെക്കാമെന്നൊക്കെ ആയിരുന്നു ഞങ്ങൾ വിചാരിച്ചത്. അപ്പോൾ അത് ഞങ്ങൾ ചെയ്തിട്ട് തിരിച്ചു വരുന്ന വഴിക്കാണ്, ഈ കുപ്പി കളഞ്ഞിട്ട് വരുന്ന വഴിക്കാണ് ഇവർ മൊബൈൽ ഫോണുമായിട്ട് ടോർച്ചൊക്കെ ഓണാക്കി ചാടി വടക്കൂന്ന് വരുന്നത്. വലിയ കാടാണ്. പിന്നെ ഇപ്പോൾ ഒരു കള്ളി പോവല്ലോ, ഒരു കള്ളി പോവും. അവിടെ കാടായതുകൊണ്ട് തിരിച്ചു പോയി. അതുപോലത്തെ കാടാണ് അങ്ങോട്ട്, അതുവഴി വരാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഇവൻ്റെ വീട് കുറേ ദൂരെയാണ്. ഞങ്ങളുടെ തേങ്ങയിടുന്ന ഞാൻ കാണിച്ചിട്ടുണ്ട്. അത് കോട്ടയിലെ ബിജു എന്ന് പറയുന്ന ആളുടെ വസ്തുവിൻ്റെ ഓപ്പോസിറ്റാണ് ഞങ്ങളുടെ വസ്തു. അതിനും വടക്കാണ് അവൻ്റെ. അപ്പോൾ അവിടുന്ന് ഇത്രയും ദൂരം അവൻ ഇങ്ങനെ കള്ളനെ അവിടുന്നേ ഓടിച്ചുകൊണ്ട് ഇവൻ തന്നെ ഇങ്ങനെ വരികയാണെന്നോ. അപ്പോൾ ഇതൊക്കെ വെറും കള്ളത്തരമാണ്, മനസ്സിലായില്ലേ? അപ്പോൾ ഈ അയ്യത്ത് നമ്മുടെ ഈ സ്ഥലത്ത് വരണമെന്നുണ്ടെങ്കിൽ തന്നെ അത് ഇതാണ്. അവൻ മൂത്രം ഒഴിക്കാൻ ഇറങ്ങിയതാണ് ആദ്യം പറഞ്ഞത്. അപ്പം ഇവൻ കള്ളനെ അവിടുന്നേ ഓടിച്ചുകൊണ്ട് ഇവൻ ഒറ്റയ്ക്ക് കള്ളൻ്റെ പുറകിന് വരത്തില്ല. അപ്പോൾ എന്ത് ചെയ്യണമായിരുന്നു? ഇവൻ ആളെ വിളിച്ചു കൂട്ടണം, അത്ര കള്ളനായിരുന്നെങ്കിൽ. മനസ്സിലായില്ലേ? അയ്യോ കള്ളൻ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു. അതൊന്നുമല്ല ഇവിടെ സംഭവിച്ചത്. അപ്പോൾ കിഴക്കേക്കാരിൽ ഒരേ സമയത്ത് ലൈറ്റ് ഓഫ് ചെയ്തതും എല്ലാം നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വീട്ടിലെ ലൈറ്റ് ഇപ്പം ഒരേ സമയത്ത് എല്ലാം കൂടെ ഒന്നും ഓഫ് ആവത്തില്ല ഒരു വീട്ടിലും. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചപ്പോൾ തന്നെ എന്താണ് അങ്ങനെ ഒരു സംഭവം, എല്ലാം കൂടെ എന്താണ് ഓഫ് ചെയ്തതെന്ന് നമുക്ക് അന്നേ തോന്നിയായിരുന്നു. അപ്പം ഇതൊക്കെ കള്ളങ്ങൾ ചെയ്യാനായിട്ടുള്ള, അപ്പോൾ ഇവർക്ക് സിഗ്നൽ കിട്ടി ഇവൻ വരുന്നുണ്ട്. അപ്പോൾ ലൈറ്റൊന്നും വേണ്ട, ആരും കാണണ്ട, ഇവനെ വെള്ളത്തിൽ കലക്കുന്നത് വേറെ ആരും കാണണ്ട എന്നുള്ളത് കൊണ്ടാണ് ഈ ലൈറ്റൊക്കെ ഓഫ് ചെയ്തത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇവൻ വന്നു, ഞങ്ങൾ ഇവനെ പിടികൂടി. നീ എന്തുവാടാ നീ ഇങ്ങനെ ടോർച്ചിൻ്റെ മൊബൈലൊക്കെ ആയിട്ട് എന്നെ ഓടി വരുന്നത്. അപ്പം ഞങ്ങൾ പിടികൂടിയിട്ട് ചോദിച്ചാൽ നീ എന്താടാ ഇവിടെ? അപ്പം ആദ്യം പറഞ്ഞ മൂത്രം ഒഴിക്കാനാണ്. അപ്പം മൂത്രം ഒഴിക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചോദിച്ചു, നിൻ്റെ ഇത്രയും ദൂരത്തുനിന്ന് നീ ഇവിടെയാണ് പോച്ചയിലയത്തെ ഇവിടെ മൂത്രം ഒഴിക്കത്തുള്ളോടാ എന്ന് ചോദിച്ചപ്പോൾ ആളും വിഷയം മാറ്റി. അവൻ പറഞ്ഞു, കള്ളൻ ഇവിടെ കൂടെ ആരാണ്ട് ഓടി എന്ന് പറഞ്ഞു. ഞങ്ങൾ കണ്ടില്ലല്ലോടാ ആരും ഓടുന്നു, ഞങ്ങൾ രണ്ടുപേരും ആരും കണ്ടില്ല. അപ്പോൾ ഇവനിങ്ങനെ പോക്കറ്റിൽ ഇങ്ങനെ പിടിക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇവൻ പോക്കറ്റിനകത്ത് എന്തോ കൊണ്ടുവന്നിട്ടുണ്ട്, അത് കലക്കണം, വെള്ളത്തിൽ കലക്കാനാണ് ഇവൻ ചാടി വന്നത്. മനസ്സിലായില്ലേ? അപ്പം പിന്നെ പല സംഭവങ്ങളും നടന്ന് നമ്മളിങ്ങനെ കറുത്തു വരിക, ഈ വെള്ളം കുടിച്ച് ഭയങ്കര അപ്പം വെള്ളത്തിന് ഭയങ്കര ബ്രൗൺ കളർ, ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. ബ്രൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാപ്പിപ്പൊടി, നമ്മുടെ ബ്ലാക്ക് കോഫി ഇല്ലേ, ബ്ലാക്ക് ടീ ഒക്കെ കുടിക്കുന്ന കളറാണ് വെള്ളത്തിന്. അപ്പോൾ ഇതിനകത്ത് എന്തോ കലക്കുകയാണ്. അപ്പോൾ ഇപ്പം നമ്മൾ കാണിച്ചിട്ടുണ്ട് നമ്മുടെ വെള്ളം നല്ല ധാനി പ്യുവർ. പാത്രം ഏതാണ് വെള്ളം ഏതാണെന്ന് അറിയത്തില്ല, അതുപോലത്തെയാണ് നമ്മുടെ വെള്ളം. അതാണ് നമ്മുടെ വെള്ളം എന്നും. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ കലക്കുമ്പോഴാണ് ഈ കളറാണ് നമ്മുടെ സ്കിന്നിനെ ഡാർക്ക് ആക്കുന്നത്. മനസ്സിലായില്ലേ? പിന്നെ വേറെ എന്തൊക്കെയോ ഉണ്ട്, ആസിഡ് അതൊക്കെ നമ്മുടെ മുടി കൊഴിക്കാൻ. ഇപ്പം പിന്നെ മുടി കൊഴിക്കുന്നതെല്ലാം ലേസർ പരിപാടി കൂടെയാണ്. അപ്പോൾ ലേസർ പരിപാടിയാണ്. ഈ മന്ദിരത്തിലെ സ്വാമിയാണ് ഏറ്റവും മെയിൻ ഒരാൾ. പിന്നെ ആരാണെന്ന് നമുക്കറിയത്തില്ല, വേറെ ആരൊക്കെയോ ഉണ്ട് എന്തായാലും. അപ്പം നമ്മുടെ മുഖത്തെല്ലാം പാടാണ്. ആൾക്കാരൊക്കെ ഇന്നലെ ചോദിച്ചു, ഇതെന്താണ് ഇങ്ങനെ മുഖം ചുമന്നിരിക്കുന്നത്, എന്താണ് ചുമപ്പെന്താ ഇങ്ങനെ ഈ നമ്മുടെ കണ്ണിൻ്റെ താഴെ ഈ രണ്ട് ചീക്ക് അവിടെയൊക്കെയുള്ള നമ്മുടെ കണ്ണിൻ്റെ രണ്ട് സൈഡിലുള്ള ഫാറ്റ് ഉരുക്കുക എന്നൊക്കെയുള്ള ഉദ്ദേശത്തോടെയാണ് നമ്മുടെ ഡീഫിഗർ ചെയ്യുക നമ്മുടെ മുഖം. അതുപോലെ നമ്മുടെ ലെഫ്റ്റ് കിഡ്നിയിലോട്ട് നമ്മൾ ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. നിങ്ങൾ ആലോചിക്കണം, നമ്മൾ ചേനയാണ് കഴിക്കുന്നത്, ഇതുവരെ ഒന്നും കഴിച്ചില്ല. എന്നിട്ട് ഇവരെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ
കിഡ്നിയിലോട്ട് ലെഫ്റ്റ് കിഡ്നിയിലെ വാട്ടർ റിട്ടൻഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് വെള്ളം പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ലെഫ്റ്റ് കിഡ്നിയിലോട്ടും അതുപോലെ കിഡ്നിയുടെ ആ ട്യൂബുണ്ടല്ലോ ആ ട്യൂബിലോട്ടും യൂറീറ്റർ ആയിരിക്കും ആ ട്യൂബ് എന്ന് പറയുന്നത്, അതിലോട്ടും ഇങ്ങനെ ഇതാക്കി അപ്പോൾ ഇത് അവൻ ട്യൂബ് ഇച്ചിരി ചുരുങ്ങും, അപ്പം വെള്ളം നമ്മുടെ ഫിൽറ്റ് ആയി പോകത്തില്ല, അപ്പോൾ നമ്മുടെ ഈ വെള്ളം നമ്മുടെ ദേഹത്ത് കെട്ടും, അപ്പം നമുക്ക് വാട്ടർ റിറ്റൻഷൻ ഉണ്ടാകും. അപ്പോൾ ഇതാണ് ഇവരുടെ പരിപാടി, മനസ്സിലായി? അപ്പം നമ്മുടെ മുഖം ഇങ്ങനെ അങ്ങ് വീർക്കും. അപ്പോൾ ഇതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ അപ്പം വീർക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഫേസ് ഇങ്ങനെ സാഗ് ചെയ്യും, നമ്മുടെ കണ്ണിൻ്റെ ഇവിടുന്ന് എല്ലാം ഫ്ലഷ് എല്ലാം കൂടെ താഴോട്ടിറങ്ങും, നമ്മുടെ മുഖത്തിൻ്റെ ഷേപ്പേ അല്ലാതായി മാറും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവന്മാരുടെ വേലകളൊക്കെ. അപ്പം ഇവൻ ഡിവോഴ്സ് ചെയ്യണമെന്ന് ഇവൻ്റെ ഭാര്യ, ഇവൻ എന്താ കല്യാണം കഴിച്ചെന്ന് പോലും അറിയത്തില്ല. ഇവന് പല എന്തോ അബോർഷൻ ചെയ്യുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ ഇവൻ കുറേ പിന്നെ ഇവൻ വന്നില്ല. നമ്മളിത് റെക്കോർഡ് ചെയ്തൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഇവൻ വന്നില്ല. ഇവനെ ആരോ പറഞ്ഞു ഇനി അങ്ങോട്ട് പോകണ്ട, അവൾ ചോദിക്കും റെക്കോർഡ് ചെയ്യും, അതുകൊണ്ട് ഇവൻ വരുന്നില്ല, മനസ്സിലായില്ലേ? ഇവനെ സ്റ്റോപ്പ് ചെയ്യിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പല കള്ളങ്ങളുമാണ് നടക്കുന്നത് ഇവിടെ. പല തരത്തിലുള്ള ഇതാണ് നമുക്കെതിരെ പല രീതിയിൽ. നമ്മളിവിടെ ആരും ഇല്ലാതെ ഒറ്റയ്ക്കാണ് ഇവിടെ ഇരിക്കുന്നത്, നിങ്ങൾക്കെല്ലാം അറിയാം. ഞാനിവിടെ ഇതെൻ്റെ വീട്ടിലെയാണ് ഈ 3 ക്യാമറയും, നമ്മൾ ഇവിടുത്തെയാണ് ഫൂട്ടേജസ് ഇടുന്നത്. ഇതൊക്കെ വേറെ എവിടെയൊക്കെയോ ആണെന്നുള്ള രീതിയിൽ വരെ അങ്ങ് ഫൂട്ടേജസ് ഇതാക്കുക. ഇതെൻ്റെ വീടാണ്, എൻ്റെ വീട്ടിലാണ് നമ്മളിരിക്കുന്നത്. വേണ്ട കണ്ടില്ലയോ 11:20 വേണ്ട, അത് ഒരു അടുത്ത ക്യാമറ, രണ്ടാമത്തെ ക്യാമറ കണ്ടല്ലോ, രണ്ടാമത്തെ ക്യാമറ, പിന്നെ ഒരു ക്യാമറയും കൂടെ നമ്മുടെ വീടിനുള്ളിൽ. അപ്പം നിങ്ങളിതെല്ലാം കാണുന്നുണ്ട്. അതുപോലെ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നവൻ്റെ അഹങ്കാരം നിങ്ങൾ കാണുന്നുണ്ട്. എന്തുമാത്രം അഹങ്കാരിയാണവൻ എന്നുള്ളത് നിങ്ങൾ കാണുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു മനുഷ്യരിങ്ങനെ തുണി പൊക്കി നടക്കും. പിന്നെ അവൻ്റെ ഗൂണ്ടകളൊക്കെ നടക്കുന്ന പോലെ അവൻ്റെ നടപ്പൊക്കെ ഇപ്പം വലിയ ഗൂണ്ടായുസമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരൊക്കെയോ ഗൂണ്ടകളുണ്ട്. ഇവന് വലിയ ഗൂണ്ടായുസവും മാഫിയയും ഇവൻ്റെ പുറകിലുണ്ട്. കോടികളൊക്കെ ഉണ്ടാക്കുന്ന മാഫിയ, കൊന്നും കൊലവിളിച്ചും കോടികൾ ഉണ്ടാക്കുന്ന മാഫിയ ഇവൻ്റെ പുറകിലുണ്ടെന്നുള്ള അഹങ്കാരം. നമ്മളിതൊന്നും ഇല്ലാത്തവരാണ്, നമ്മൾ പാവങ്ങളാണ്, നമ്മൾ നേരാച്ചോയെ ജീവിക്കുന്നവരാണ്. ഇങ്ങനെയൊക്കെ കൊന്നും കൊലവിളിച്ചും ജീവിക്കുന്ന, അതുപോലെ പ്രീതായസ് പണിക്കർ എന്ന് പറയുന്നവളുടെ ഭർത്താവ് എങ്ങനെ മരിച്ചെന്നും ഒക്കെ ഈ നാട്ടുകാർക്ക് ഫുൾ ബോധ്യമുള്ളതാണ്, മനസ്സിലായില്ലേ? ഫുൾ ആൾക്കാർക്കും ബോധ്യമുള്ളതാണ്. ഇവളെ ചുറ്റിപ്പറ്റി ഒത്തിരി പേര് മരണപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ അന്വേഷിക്കണം. ഇവളും ഈ രാജമ്മ എന്ന് പറയുന്നവളും ഭയങ്കര മുതുക്കള്ളികളാണ്. രാജമ്മ എന്ന് പറയുന്നവളും ഇതുപോലെ തന്നെ ഇവളുടെ തനി സ്വഭാവമാണ്. 10 മാസം കൊണ്ട് 2 ജീവനെ ഇല്ലാതാക്കി ഇവൾ നടക്കുന്നത് ഈ രാജമ്മ. അവളുടെ 10 മാസം കൊണ്ട് ഭർത്താവിനെയും വകവരുത്തി, പിന്നെ ഒരു കൊച്ചിനെ പ്രഗ്നൻ്റ് ആയിരുന്നു, അതിനെയും വകവരുത്തി. എൻ്റെ ഈ രാജമ്മ എന്ന് പറയുന്നവൾ എൻ്റെ കൊച്ചിന് കലക്കി കൊടുക്കാൻ പറ്റാഞ്ഞ, ഞാൻ എൻ്റെ കൊച്ചിന് ബ്രസ്റ്റ് ഫീഡ് ചെയ്തതായിരുന്നു. 4 വയസ്സോളം ബ്രസ്റ്റ് ഫീഡ് ചെയ്തു എൻ്റെ കൊച്ചിനെ. അപ്പം 2.5 വയസ്സൊക്കെ ഉള്ളപ്പോൾ എൻ്റെ കൊച്ചിന് ഇങ്ങനെ ഒന്നും ഈ കുഞ്ഞ് പാല് കുടിക്കുന്നതുകൊണ്ട് വേറൊന്നും അധികം കഴിക്കുന്നില്ല. അപ്പോൾ എൻ്റെ കൊച്ചിനെ എങ്ങനെയെങ്കിലും വകവരുത്തണമെന്നുള്ളതൊന്നും പറ്റുന്നില്ലാത്തതുകൊണ്ട് ഇവളോട് ആര് പറഞ്ഞെനിക്ക് വേപ്പെണ്ണയും താങ്ങി വന്നിവള്. വേപ്പെണ്ണ പുരട്ടിയിട്ട് പാലുകൂടി നിർത്താൻ ഇവളാരാണ്? രാജമ്മയെന്ന് പറയുന്ന ഇവളാരാണ് എൻ്റെ കൊച്ചിൻ്റെ പാലുകൂടി നിർത്താൻ? ഇവളാരാണ്? ഇവൾക്ക് എന്ത് അവകാശമാണുള്ളത്? ഇവളാരാ? ഇവൾ എൻ്റെ അമ്മയുടെ കൂടെ ജനിച്ചെന്നോ അല്ലെങ്കിൽ സഹോദരിയോ വല്ലോ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഇവൾക്ക് എൻ്റെ ഇതിലുള്ള ഇതെന്താണ്? ഇവൾ വന്നിരിക്കുകയാണ് പാലുകൂടി നിർത്തിക്കാൻ വേപ്പെണ്ണയുമായിട്ട്. പക്ഷെ എൻ്റെ മാളു അതൊക്കെ നക്കി കുടിച്ച് വെച്ച് അവളുടെ ഇതാക്കാൻ തുടങ്ങി, പാല് കുടിക്കാൻ തുടങ്ങി. അവളുടെ ജനിച്ചത് ഭഗവാൻ കൃഷ്ണൻ ജനിച്ച നാളിനാണ്, അഷ്ടമിരോഹിണിയുടെ അന്ന്. ഞാൻ മനസ്സിൽ വിചാരിച്ച് ഭഗവാനെ, എല്ലാവരും ഒത്തിരിയും കുഞ്ഞുങ്ങൾ ജനിക്കുന്ന കണ്ടപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചു, ഭഗവാനെ എനിക്ക് ഇന്നും ജനിക്കത്തില്ല എന്നുള്ളത് നമുക്കറിയാമായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മാസവും കൂടെ വേണം എൻ്റെ മാളു മെച്യൂർ ആവാൻ. അപ്പം ഒരു പീരീഡ് ഉണ്ടല്ലോ. അപ്പം അതുകൊണ്ട് നമ്മൾ ചുമ്മാതെ മനസ്സിലാഗ്രഹിച്ചു, ഭഗവാനെ എൻ്റെ മാളു എൻ്റെ കുഞ്ഞ് ഇന്ന് ജനിച്ചിരുന്നെങ്കിൽ എനിക്കും പറയാം ഭഗവാന്റെ നാളിൽ ജനിച്ചതാണല്ലോ, ഭഗവാൻ ജനിച്ച ആ വിശേഷപ്പെട്ട ദിവസം ജനിച്ചതാണല്ലോ എന്ന്. പക്ഷേ എൻ്റെ ആഗ്രഹം പോലെ ഭഗവാൻ അത് സാധിച്ചു തന്നു. എൻ്റെ പ്രാർത്ഥന ഇവരെന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതെല്ലാം എനിക്ക് നന്മയായിട്ട് വന്നിട്ടുണ്ട്. ഇവരെന്തൊക്കെ ചെയ്തിട്ടുണ്ടോ ഭഗവാൻ നന്മയാക്കിയിട്ടുണ്ട്. ഞാൻ ഇന്നും വിശ്വസിക്കുന്നുണ്ട്, എന്തൊക്കെ ഇവന്മാർ ചെയ്താലും അതെനിക്ക് നന്മയായിട്ട് വരും എന്നുള്ളത്. ഇവന്മാരെന്ത് ചെയ്യട്ടെ അത് ദൈവം നന്മയാക്കും എന്നുള്ളത് ദൈവത്തിൽ വിശ്വസിച്ചാണ് നമ്മളിരിക്കുന്നത്. ഭഗവാനിൽ ഇവൾ ഒത്തിരി നോക്കി എന്നെ കൊല്ലാനും ഇതുപോലെ തന്നെ. പക്ഷേ ഭഗവാൻ എന്ന് പറയുന്ന വലിയ ശക്തി, ഇവിടെ ഇരുന്ന് നമ്മൾ പറയുകയാണ്, വലിയ ശക്തി, അദ്ദേഹത്തിനെ കവച്ച് ഇവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിൽ മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൽ മാത്രം ഇവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെ ഒരു സ്വത്തിൽ തൊട്ടാൽ
ഇവളുമാരെ റെഡിയാക്കും. ജയിലിൽ കിടക്കും, ജോളി കിടക്കുന്ന പോലെ കിടക്കും, ജയിലിൽ ജോളി മോള് കിടക്കുന്ന പോലെ ഇവളുമാർ കിടക്കും. ഒന്ന് കൊലവിളിച്ച് നടക്കുന്നവളുമാരാണ്. വെറും വൃത്തികെട്ട വല്യത്തെ. ഇപ്പോൾ ഒരുത്തിയെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്, ഏറ്റവും മൂത്തവളെ കൗസല്യ എന്ന് പറയുന്നവളെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കാശും ഇതാക്കുക. ഇപ്പം കൗസല്യ എല്ലാം മാസങ്ങളായിട്ട് ആശുപത്രി കിടക്കുക. ഇവിടെ തന്തേ ഇതുപോലെ തന്നെ കണ്ണ് കാണാതെ ഇരുത്തി ഒത്തിരിയും കാശ് ഊറ്റി. ഇവിടെ അതുപോലെ ഒരു രഘുനാഥ മാമൻ എന്ന് പറയുന്ന ഒരു മാമനെയും കണ്ണ് കാണാതിരുത്തി. ഇവളുമാരുടെ ഹിസ്റ്ററി എടുത്താൽ ഇതാ, കണ്ണ് കാണാതിരുത്തി ഒത്തിരിയും കാശ് ഊറ്റി. ഇവളുമാർ കണ്ണൊക്കെ അടിച്ച് കളയുന്നവളുമാരാ ഇവളുമാർ. അതുപോലെ രഘുനാഥ മാമൻ്റെ അമ്മയുടെയും കണ്ണ് കാണാതിരുത്തി അവർ വർഷങ്ങൾ ഇതാക്കി. ഇവളുമാർ ദുഷ്ടകളാണ്. ഈ കുടുംബക്കാർ, വല്യത്ത് കുടുംബം എന്ന് പറയുന്നവളുമാർ മുതുകള്ളികളാണ്. ഇവളുടെ റൂട്ട് അതിലും വലിയ കള്ളികളാണ്. ഇവരും ഈ പോച്ചേക്കാരും ഒത്തിരി കള്ളത്തരങ്ങൾ ചെയ്യുന്ന, ഒത്തിരി കൊന്നും കൊലവിളിച്ച് നടക്കുന്നവളുമാരാണ്. പറയാതിരിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ട് പറയുന്നതാണ്. നമ്മളിവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നു, നമ്മൾ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നു. നിങ്ങൾ കാണുന്നുണ്ട്, നമ്മൾക്ക് ഇങ്ങനൊന്നും ചെയ്യാൻ സമയമില്ല. ഫോണും കൊണ്ട് കണ്ടവരെ ലേസർ അടിക്കാനും അതിനും ഇതിനൊന്നും നമുക്ക് സമയമില്ല. നമുക്ക് നമ്മുടെ കാര്യം തന്നെ നോക്കാൻ സമയമില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടേതായിട്ടുള്ള നമ്മൾ എപ്പോഴും എന്താ പറയുന്നത്, എന്തെങ്കിലും പഠിക്കണം, എന്തെങ്കിലും ഒരു വാക്കെങ്കിലും പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹക്കാരിയാണ് ഞാൻ. അല്ലാതെ ഇവരുടെ കൂട്ട് തേർഡ് റേറ്റ് മറ്റുള്ളവരെ ഉപദ്രവിക്കാനും ഇതാക്കാനും നമ്മൾ ഇതുപോലെ മുണ്ടും പൊക്കി നടക്കാനും ഒന്നും നമുക്കറിയത്തില്ല. വെറും കള്ളികളാണ്. ജോബ് ലോസ് ഇൻഷുറൻസ് എന്നും അങ്ങനെ ഇങ്ങനെയൊക്കെ ഒത്തിരി ഇൻഷുറൻസ് ഒക്കെ മോട്ടിച്ചും കൊന്നും കൊലവിളിച്ചും, ലൈഫ് ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസും ഒക്കെ മോട്ടിച്ചും കൊലവിളിച്ചും നടക്കുന്ന ഇവളുമാർ വല്യത്ത് കുടുംബത്തിലെ തേർഡ് റേറ്റുകൾ, വെറും തേർഡ് റേറ്റ് കേടികളാണ് ഇവളുമാരെ പറയാതിരിക്കാൻ വല്യത്ത് പന്തളത്ത് കുളനാടെ ചെന്നാൽ മതി. ഉളനാടെന്ന് പറയുന്ന സ്ഥലത്തെ കേടികൾ, ഇവളുമാരുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇങ്ങനെ ഇപ്പം ജയ എന്ന് പറയുന്ന അവിടെ അപ്പനെ ഇങ്ങനെ കുറേ നാൾ കണ്ണ് കാണാതിരുത്തി, ഒട്ടും കണ്ണ് കാണാൻ വയ്യായിരുന്നു. ആ പാവത്തിന് കണ്ണ് കാണാൻ വയ്യാതിരുത്തി വർഷങ്ങൾ ഇരുത്തി കാശൊക്കെ അടിച്ച്, അത് കഴിഞ്ഞിപ്പം അവളുടെ അമ്മച്ചിയെ കൊണ്ടുവന്ന് ഇട്ടിരിക്കുക. മോനും ഇതുപോലെ മുഴയാന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഒത്തിരി പൈലറ്റിന് പഠിക്കാൻ പോയതൊന്നും പഠിക്കാതെ മുഴയാന്നും പറഞ്ഞുകൊണ്ട് ഇപ്പം ഡൽഹിയിലൊക്കെ വാങ്ങി നോക്കുകയെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരു ഡോക്ടറിനെയാണ് കല്യാണം, കുറച്ച് സ്വത്തൊക്കെ ഉള്ളത് ഡോക്ടറിനെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് കേട്ട്. അപ്പോൾ ഇങ്ങനെ നടക്കുകയാണ് ഇവനെ ഡൽഹിയിലൊക്കെ ഇങ്ങനെ നടക്കുകയാണ്. ഇപ്പോൾ ഇവൻ ആകാശ് എന്തോ പഠിച്ചിട്ടാണെന്നൊന്നും അറിയത്തില്ല. ഇവൻ വെറും പൊട്ടനാണ്. ഇങ്ങനെ കണ്ടാൽ തന്നെ അറിയാം ഒരു പൊട്ടനെ പോലെ ഇരിക്കുക. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇവർ രാജേഷ് എന്ന് പറയുന്ന അവൻ്റെ മോനെ ഡോക്ടറാക്കാൻ നടക്കുകയാണ്. ഇങ്ങനെ പരീക്ഷ എഴുതിച്ച് അതുപോലെ പൊട്ടനാവനും ഇതുപോലെ അവൻ്റെ അമ്മൂമ്മ തന്നെ പറയുന്നിട്ട് കുപ്രിക് ആസിഡെന്ന് പോലും വായിക്കാൻ അറിയാത്ത ഇവനാണ് ഡോക്ടറാവാൻ പോകുന്നത്. കുപ്രിക് ആസിഡെന്ന് വായിക്കാൻ പോലും, അത് ഞങ്ങൾ പറഞ്ഞ് ചിരിച്ച്. ഇവൻ്റെ രാജേഷ് എന്ന് പറയുന്നവൻ്റെ മോനെക്കുറിച്ചാണ് പറയുന്നത്. അവൻ്റെ അമ്മ ലീലയെന്ന് പറയുന്നവർ ഞങ്ങളുടെയൊക്കെ പറഞ്ഞത് തന്നെ ഈ പറയുന്നത്. കുപ്രിക് ആസിഡെന്ന് പോലും നേരെ ചൊവ്വേ വായിക്കാൻ വയ്യാത്ത ഇവനൊക്കെ ഡോക്ടറായാലുള്ള സ്ഥിതിയും ഗതിയും ഞാൻ അങ്ങ് ആലോചിക്കുകയാണ്. ഇപ്പോഴത്തെ ഡോക്ടറൊക്കെ അറിയാമല്ലോ. ഇപ്പോഴത്തെ ഡോക്ടേഴ്സിൻ്റെ ഇതാണ്, ഇവന്മാർ ഇങ്ങനത്തെ ഡോക്ടേഴ്സിനെ ഇതാക്കുന്നത് തന്നെ എന്തിനാണെന്ന് വെച്ചാൽ ഇപ്പം ഡോക്ടേഴ്സിൻ്റെ ആവശ്യമൊന്നുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കലക്കി കൊടുക്കുക ഇതൊക്കെ ചെയ്തേച്ച് ആളുകളെ കൊണ്ടുവരുമ്പോൾ ഇതിന് പ്രത്യേകിച്ച് ചികിത്സകളൊന്നും വേണ്ട. അങ്ങനെയുള്ള കുറേ കള്ള ഡോക്ടേഴ്സിന് ഇവന്മാർക്കും വേണം. അതിനിങ്ങനെ ആക്കുക കുറേ ഡോക്ടേഴ്സിനെ. അവിടെ ചൈനയിലും മറ്റേടത്തും മറിച്ചെടുത്തൊക്കെ പോയി കോടികൾ കൊടുത്ത് പഠിച്ചേച്ച് വന്ന് ചെയ്ത പരിപാടികൾ. ഇപ്പം അവയവ മാഫിയ എല്ലാം ഇവിടെ കേരളത്തിലെ പോലെ ഇതൊന്നും വേറെങ്ങും നടക്കുന്നില്ല. കേരളത്തിലെ പോലെ മാഫിയ വേറെങ്ങും ഇല്ല. നോർത്ത് ഇന്ത്യ കേരളത്തിൽ നിന്നുള്ള കള്ളികളും കള്ളന്മാരും അവിടെ പോയി പാവം ശുദ്ധമായ ആൾക്കാരെ നശിപ്പിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നുണ്ട് അവിടെയും. പക്ഷേ ഇങ്ങനെ ഈ കേരളത്തിൽ നിന്നുള്ള കള്ളരാണ് അവരെയും കൂടെ നശിപ്പിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് ഈ കേരളക്കാർ പണക്കാരാവുന്നത്. ഇൻഷുറൻസും മറ്റേതും മറിച്ചതും പല രീതിയിൽ വെട്ടിക്കുക. സുകുമാരക്കുറുപ്പിൻ്റെ കഥകളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അതുപോലെ വലിയ പണ്ടേ 83 80s അവൻ കള്ളത്തരം ചെയ്തത്, ഇതുവരെ പിടിച്ചില്ലെന്ന്. അപ്പം ഈ മാഫിയയുടെ റൂട്ട്സ് എന്തുമാത്രം ഇതാണെന്ന് നിങ്ങൾ ആലോചിക്കണം. ഒരു കൊല ചെയ്ത് അവനെ പിടിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ, അവൻ സുഖിച്ച് ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്?